അപ്പോഴേ ഞാനിത് വീണ്ടും അമൃതം പൊടി ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ബൗൾക്ക് കുറച്ച് അമൃതം പൊടി എടുക്കാം. ഇത് വന്നിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട്. പക്ഷെ എന്നാലും പഞ്ചസാര ഇട്ടാൽ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറുള്ളൂ. ഇല്ലാതെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പാലൊഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുതിർത്തിയെടുക്കുക. നമ്മൾ പുട്ടിനെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, അതേപോലെ കുതിർത്തിയെടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് ഇതിലൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് നിൽക്കാതെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം പൊളിയാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സേവ് ചെയ്ത് വെച്ച് ആവശ്യം വരും. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു. എന്താ അങ്ങനെ ഉണ്ടോ?